ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള 5 ടെക്നിക്കാണ്. ഒന്ന് എയർലി സ്റ്റോപ്പിംഗ്, ഒന്ന് ട്രെയിൻ വിത്ത് മോർ ഡേറ്റ, ഫീച്ചർ സെലക്ഷൻ, ക്രോസ് വാലിഡേഷൻ, ഡേറ്റ ഓഗ്മെൻറ്റേഷൻ, പിന്നെ ഒരു ഫിഗർ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഡേറ്റ അതിൽ ഇറലവൻറ്റ് അല്ലെങ്കിൽ നോയ്സി അല്ലെങ്കിൽ അൺബാലൻസ്ഡ് അല്ലെങ്കിൽ മിസ്സിംഗ് ഡേറ്റ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കൂടി ഇരിക്കുന്നതല്ലേ ഓവർ ഫിറ്റിംഗ്. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് എന്ന് പറയുന്നത് എയർലി സ്റ്റോപ്പിംഗ്. എയർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അതായത് നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ടൊരു ഡേറ്റ സെറ്റ് കൊടുക്കത്തില്ലേ, അതിൻ്റെ അകത്ത് നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയ്സോട് കൂടിയിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കല്ലേ. ഈ ഡേറ്റാസിനെ പല 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 കുഞ്ഞു കുഞ്ഞു സബ് പാർട്ടുകളാക്കി ഓരോന്നിലെയും നോയ്സ് റിമൂവ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ഐട്രേറ്റീവ്ലി അടുത്തടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് എയർലി സ്റ്റോപ്പിംഗ്. ദ ട്രെയിനിങ് ഈസ് പോസ്റ്റ് ബിഫോർ ദ മോഡൽ സ്റ്റാർട്ട്സ് ലേണിംഗ് ദ നോയ്സ് വിത്തിൻ ദ മോഡൽ. അതായത് ആ മോഡലിൻ്റെ നോയ്സോടുകൂടി മോഡൽ പഠിക്കുന്നതിന് മുമ്പ് ട്രെയിൻ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ട്രെയിൻ ദ മോഡൽ ഐട്രേറ്റീവ്ലി, മോഡൽ കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ മോഡൽ ആഫ്റ്റർ ഈച്ച് ഐട്രേഷൻ. അതായത് ഇപ്പോൾ വലിയ ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ഭാഗം എടുക്കുക, നോയ്സ് മാറ്റുക, അത് വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഐട്രേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഡേറ്റ സെറ്റിലോട്ട് പോകും. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം. കണ്ടിന്യൂ അപ് ടു എ certain number of iteration until a new iteration improve the performance of a model. അതായത് ഓരോ ഐട്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴും ഓരോ ഡേറ്റ സെറ്റിൽ ഓരോ പാർട്ട് എടുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താ, മോഡലിൻ്റെ പെർഫോമൻസ് കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ഐട്രേഷൻ ചെയ്യുമ്പോഴും. അങ്ങനെ എന്താ, മോഡൽ പെർഫോമൻസ് കൂടുന്നത് വരെ ഐട്രേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എയർലി സ്റ്റോപ്പിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ നോയ്സ് ഉണ്ടെങ്കിൽ നോയ്സോട് കൂടി ഡേറ്റ സെറ്റിനെ ട്രെയിൻ ചെയ്യാൻ പാടില്ല. ആദ്യം അതിനെ കുഞ്ഞു സബ് പാർട്ടുകളാക്കി നോയ്സ് റിമൂവ് ചെയ്ത് ഓരോ പാർട്ടായിട്ട് എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. ദ ട്രെയിനിങ് ഈസ് പോസ്റ്റ് ബിഫോർ ദ മോഡൽ സ്റ്റാർട്ട് ലേണിംഗ് ദ നോയ്സ് വിത്തിൻ ദ മോഡൽ. ആ മോഡലിൻ്റെ നോയ്സോടുകൂടി പഠിക്കുന്നതിന് മുമ്പ് ട്രെയിനിങ് പോസ് ചെയ്ത് വയ്ക്കുക. ട്രെയിൻ ദ മോഡൽ ഐട്രേറ്റീവ്ലി, മോഡൽ കുഞ്ഞായിട്ട് ഐട്രേറ്റീവ്ലി ട്രെയിൻ ചെയ്യുക. മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ മോഡൽ ആഫ്റ്റർ ഈച്ച് ഐട്രേഷൻ, ഓരോ ഐട്രേഷന് ശേഷവും മോഡൽ പെർഫോമൻസ് നോക്കുക. കണ്ടിന്യൂ അപ് ടു എ സർട്ടൻ നമ്പർ ഓഫ് ഐട്രേഷൻ, ഒരു സർട്ടൻ നമ്പർ ഓഫ് ഐട്രേഷൻ വരെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു ന്യൂ ഐട്രേഷൻ മോഡൽ പെർഫോമൻസ് കൂട്ടുന്നത് വരെ ഐട്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ട്രെയിൻ വിത്ത് മോർ ഡേറ്റായും അത് നോക്കാം. ട്രെയിൻ വിത്ത് മോർ ഡേറ്റായും ഡേറ്റ ഓഗ്മെൻറ്റേഷനും സെയിം ആണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ വിത്ത് മോർ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ഡേറ്റ സെറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഡേറ്റയുടെ ആക്യുറസി കൂടും. അതാണ് ഇൻക്രീസ് ദ ട്രെയിനിങ് സെറ്റ് ബൈ ഇൻക്ലൂഡിങ് മോർ ഡേറ്റ ടു എൻഹാൻസ് ആക്യുറസി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഡേറ്റ സെറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതാണ് ട്രെയിൻ വിത്ത് മോർ ഡേറ്റ. ഇതേ സാധനം തന്നെയാണ് ഡേറ്റ ഓഗ്മെൻറ്റേഷനും. ആഡിങ് മോർ ഡേറ്റ ടു പ്രിവെൻറ്റ് ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഡേറ്റയുടെ ആക്യുറസി കൂടാൻ വേണ്ടി ഒരുപാട് ഡേറ്റ സെറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ സ്ലൈറ്റ്ലി മോഡിഫൈഡ് കോപ്പീസ് ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റാസ് ആർ ആഡഡ് ടു ദ ഡേറ്റ സെറ്റ്. ഇപ്പോൾ നമുക്ക് വേറെ ഡേറ്റാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആഡ് ചെയ്ത ഡേറ്റാ സെറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രെയിൻ വിത്ത് മോർ ഡേറ്റയും ഉണ്ട്, ഡേറ്റ ഓഗ്മെൻറ്റേഷനും ഉണ്ട്. രണ്ടും സെയിം ടെക്നിക്കാണ്. ട്രെയിൻ വിത്ത് മോർ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഡേറ്റാ സെറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പം ആക്യുറസി കൂടും. ഡേറ്റ ഓഗ്മെൻറ്റേഷനും അത് തന്നെയാണ്, ഒരുപാട് ഡേറ്റാ സെറ്റ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പം ഡേറ്റാസ് അൺഅവൈലബിൾ ആണെങ്കിൽ എക്സിസ്റ്റ് ആയിരിക്കുന്ന ഡേറ്റാസിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി അതിൻ്റെ കോപ്പി എടുത്ത് ആഡ് ചെയ്താലും മതി. പിന്നെ ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിന് എന്ത് ചെയ്യണം, വേണ്ടാന്ന് വെക്കണം, ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിന്. അതായത് നമ്മുടെ ഡേറ്റ സെറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാണത്തില്ലേ. അതായത് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുക, ആവശ്യമില്ലാത്തതിന് റിമൂവ് ചെയ്യുക. അതാണ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വിത്തിൻ ദ ട്രെയിനിങ് ഡേറ്റയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ മാത്രം നോക്കുക. ആൻഡ് റിമൂവ് അതർ ഫീച്ചേഴ്സ്, ബാക്കി ഫീച്ചേഴ്സിന് റിമൂവ് ചെയ്യുക. ദിസ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ ദ മോഡൽ ആൻഡ് റിഡ്യൂസ് നോയ്സ്. ഇത് മോഡലിനെ സിംപ്ലിഫൈ ചെയ്ത് നോയ്സ് കുറയ്ക്കും. ഓക്കെ, അതാണ് ഫീച്ചർ സെലക്ഷൻ. ആവശ്യമുള്ള ഫീച്ചറിനെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇനി ക്രോസ് വാലിഡേഷൻ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ് 3 മാർക്കിന്. ക്രോസ് വാലിഡേഷൻ സെപ്പറേറ്റ് എടുത്ത് ക്രോസ് വാലിഡേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ, ഒന്നുകൂടെ ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് സംഭവം. അതായത് നമ്മളെ ഡേറ്റ സെറ്റിനെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായിട്ട്
കെ ഈക്വൽ സൈസ് സബ്സെറ്റ് ആക്കും. ഇതിനെ നമ്മൾ ഫോൾഡ് എന്ന് പറയും. അപ്പോൾ അതായത് ഈ ഒരു സ്ക്രീൻ ഒരു ഡേറ്റ സെറ്റ് ആണെങ്കിൽ ഇതിനെ പല 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 ഫോൾഡുകളാക്കി ഡിവൈഡ് ചെയ്യും. അതാണ് സംഭവം ചെയ്യുന്നത്. ഡിവൈഡ് ദ ഡേറ്റ സെറ്റ് ഇൻറ്റു കെ ഈക്വൽ സൈസ്ഡ് സബ്സെറ്റ് ഓഫ് ഡേറ്റ. അതായത് ഇതിനെ കെ ഈക്വൽ സൈസ് സബ് സെറ്റ് ആക്കുന്നു. എന്നിട്ട് ഈ ഡേറ്റ സെറ്റിനെയാണ് നമ്മൾ ഫോൾഡ് എന്ന് പറയുന്നത്. അപ്പം 3 ടൈപ്പ് സംഭവമുണ്ട്. ഏത് നമ്മുടെ ക്രോസ് വാലിഡേഷൻ, കെ ഫോൾഡ്, ലീവ് വൺ ഔട്ട്, സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ്. കെ ഫോൾഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് സ്പ്ലിറ്റ് ദ ഡേറ്റ സെറ്റ് ഇൻറ്റു കെ പാർട്ട്. കെ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്നിനെയും ട്രെയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. ഈ കെയുടെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം. നമ്മൾ ഡേറ്റ സെറ്റിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ച് കെൻ്റെ വാല്യൂ മാറും. അടുത്ത ലീവ് വൺ ഔട്ട്. ലീവ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ സെറ്റിലുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ടെസ്റ്റ് ചെയ്യിപ്പിക്കണം. അതായത് ഇതിൻ്റെ ഒരു പാർട്ട് പോലും വിടാതെ എന്ന് പറയത്തില്ലേ, യൂസ് എവറി ഡേറ്റ പോയിൻ്റ് ഓൺസ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ചെയ്യുമ്പം എല്ലാ ഡേറ്റ പോയിൻറ്റും യൂസ് ചെയ്യണം. യൂസ്ഫുൾ ഫോർ വെരി സ്മോൾ ഡേറ്റ. അപ്പം നമ്മൾ ചെറിയ ഡേറ്റ സെറ്റിന് പോലും ഇത് യൂസ്ഫുൾ ആണ്. കാര്യം ആ ഡേറ്റ സെറ്റിലെ ഓരോ പോയിൻറ്റും നമ്മളെടുത്ത് എന്ത് ചെയ്യുവാണ്, ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഇപ്പം ഒരു ഡേറ്റ സെറ്റിൽ 10-20 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 20 ഫീച്ചേഴ്സിലെ ഓരോ പോയിൻറ്റും എടുത്ത് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് എന്ന് പറയത്തില്ല, അത് സംഭവമാണ്. ലീവ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റും ഓരോ ഡേറ്റ പോയിൻറ്റും എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അടുത്ത സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പല സബ്സെറ്റുകളാക്കിയില്ലേ, നമ്മുടെ ഡേറ്റ സെറ്റിനെ പല സബ്സെറ്റുകളാക്കുന്നതല്ലേ ക്രോസ് വാലിഡേഷൻ. അപ്പോൾ ഓരോ സബ്സെറ്റിലും ഈക്വൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ ആദ്യത്തെ സബ്സെറ്റിൽ 8 ക്ലാസ് ആണെങ്കിൽ മീൻസ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഡിവൈഡ് ചെയ്യണം. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് അത് തന്നെയാണ്. അപ്പുറത്തതിലും 8 ക്ലാസ് ആയിരിക്കണം. അതാണ് എൻഷുർ ഈച്ച് ഫോൾഡ് ഹാസ് സിമിലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലാസ്സസ്. എല്ലാ ഫോൾഡിലും, അതായത് എല്ലാ ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്സെറ്റാക്കി ഡിവൈഡ് ചെയ്തത്. എല്ലാ ഫോൾഡിനും ഒരേപോലെ ക്ലാസ് ഉണ്ടോ എന്ന് നോക്കണം. വിച്ച് ഹെൽപ്ഫുൾ വിത്തിൻ ഇംബാലൻസ് ഡേറ്റ. ഇത് ഇംബാലൻസ് ഡേറ്റയ്ക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞ ക്രോസ് വാലിഡേഷൻ, ആദ്യം നമ്മൾ ഡേറ്റ സെറ്റിനെ കെ ഈക്വൽ ഷേപ്പ് സബ്സെറ്റുകളാക്കി മാറ്റുന്നു. അത് കെ ഫോൾഡ് ഉണ്ട്, ലീവ് വൺ ഔട്ട്, സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ഉണ്ട്. കെ ഫോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര സബ്സെറ്റുകളാക്കുന്നു അതിനെ കെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ദ ഡേറ്റ ഇൻറ്റു കെ പാർട്ട്. ലീവ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഡേറ്റ പോയിൻറ്റും നമ്മൾ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഫോൾഡിലും ഈക്വൽ നമ്പർ ഓഫ് ക്ലാസ്സസ് വേണം, അല്ലെങ്കിൽ സിമിലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലാസ്സസ് വേണം. അപ്പോൾ ഇംബാലൻസ്ഡ് ഡേറ്റയ്ക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആ 5 ടെക്നിക്ക് എന്തൊക്കെയായിരുന്നു? എയർലി സ്റ്റോപ്പിംഗ്, ട്രെയിൻ വിത്ത് മോർ ഡേറ്റയും ഡേറ്റ ഓഗ്മെൻറ്റേഷനും സെയിം ആണ്. പിന്നെ ഫീച്ചർ സെലക്ഷൻ, ക്രോസ് വാലിഡേഷൻ. ഇതതിൻ്റെ ഒരു ഫിഗറാണ്, അണ്ടർ ഫിറ്റിൻ്റെ ഓവർ ഫിറ്റിങ്ങിൻ്റെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐട്രേഷൻ. അതായത് നമ്മൾ ഓരോന്നായിട്ട് ഐട്രേറ്റ് ചെയ്യുന്ന എയർലി സ്റ്റോപ്പിങ്ങിലല്ലേ കുറച്ച് പാർട്ട് എടുത്ത് അതിൻ്റെ നോയ്സ് കളഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത പാർട്ട് വരും. ആ സംഭവമാണ് നമ്പർ ഓഫ് ഐട്രേഷൻ. ഇത് എറർ. ഓക്കെ. അണ്ടർ ഫിറ്റിങ്ങിലെന്ന് പറയുമ്പോഴത്തേനും എന്താ, വാലിഡേഷൻ സെറ്റും ട്രെയിനിങ് സെറ്റും. വാലിഡേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന സെറ്റ്, ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സെറ്റ്. അപ്പോൾ ഇതിനിടയിലുള്ള എറർ കുറവാണ്. ഏതിൽ? അണ്ടർ ഫിറ്റിൽ. കണ്ട, അണ്ടർ ഫിറ്റിൽ എന്ന് പറയുമ്പോൾ എററിൻ്റെ ബാർ കുറവാണ്, എറർ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഓവർ ഫിറ്റിൽ എന്ന് പറയുമ്പോൾ വാലിഡേഷൻ സെറ്റും ട്രെയിനിങ് സെറ്റും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്, അതായത് എറർ കൂടുതലാണ്. അതാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു പോയിന്റിനെ പറയുന്നതിന് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കണം, എക്സാമിന് വരയ്ക്കണം. അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും ചോദിക്കുമ്പോൾ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയിൽ നിന്ന് തന്നെ പഠിച്ചോ. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഐട്രേഷനും വൈ ആക്സിസിൽ എററും, നടുക്ക് എന്ത് വരും, ഒരു ലൈൻ കൊടുത്തിട്ട് ഇടത് സൈഡിൽ അണ്ടർ ഫിറ്റും വലത് സൈഡിൽ ഓവർ ഫിറ്റും. ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രെയിനിങ് ഡേറ്റ അടിയിലും വാലിഡേഷൻ സെറ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റ് മുകളിലും വരും. അപ്പോൾ ഓവർ ഫിറ്റിങ്ങിലാണെങ്കിൽ എറർ കൂടുതലാണ്, മീൻസ് ഈ എറർ വാല്യൂവിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്. അണ്ടർ ഫിറ്റിൽ എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് കുറവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. സോ ഇത്രയേ ഉള്ളൂ അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ്.